നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പക്ഷെ അതിനുശേഷം സുനിലിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല. ഇതാണ് സത്യം. അപ്പൊ പിന്നെ മഹേന്ദ്ര ശർമ്മയും ഫാമിലിയും തിരിച്ചു പോകുന്നത് എനിക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ എന്താണ് സത്യമെന്ന് മാനസയ്ക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ടാ അവര് മാനസയെ തേടി ഇങ്ങോട്ട് വന്നത്. മാനസ കാരണമാണ് സുനിലിനെ കാണാതായതെങ്കിൽ പിന്നെ എന്തിനാണ് മാനസ് അവരോടൊപ്പം പോകാൻ തയ്യാറായത്? നിങ്ങൾ എല്ലാവരും ചേർന്ന് മാനസ മോളെ കുറ്റപ്പെടുത്തിയപ്പോ സഹി കേട്ടിട്ട് അവൾ ഇവിടെ ഇറങ്ങി പോവാൻ പോയത്. മാനസ ഒരിക്കലും അവരോടൊപ്പം പോവാൻ വേണ്ടിയല്ല ആന്റി നിന്നത്. ആ സമയത്ത് കൃത്യമായിട്ട് അവരിവിടെ വന്നതുകൊണ്ടാ അവൾ ഒപ്പം പോവാൻ തയ്യാറായത്. എങ്ങനെയായാലും മാനസ പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇതിനു വേണ്ടിയാണ് നിങ്ങളുടെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമന്ന് അവൾ കൊണ്ടു നടക്കുന്നത്. മാനസ് ഒരിക്കലും എന്നോട് ഒന്നും മറച്ചു വച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ അവൾ നിരപരാധിയാ. അതുകൊണ്ട് അവൾ എന്നോടൊന്നും പറയാത്തത്. അപ്പോ അവര് തമ്മിൽ കണ്ടതും ഇടപെട്ടതും ഒക്കെ വെറുതെ ആണെന്നാണോ ആന്റി പറയുന്നത്? കണ്ടത് എന്തിനാണെന്ന് മാനസമോള് പറഞ്ഞില്ലേ? എന്ന് കരുതി സുനിൽ എവിടെയാണെന്ന് മാനസയ്ക്ക് അറിയണമെന്നുണ്ടോ? ഭാവനെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവള് സുനിലിനെ ഇഷ്ടപ്പെട്ടിരുന്നതൊക്കെ ശരി തന്നെയാ. അതൊക്കെ മുൻപ്. അവൾ ഈ നാട്ടിൽ വന്നതിന് ശേഷം സുനിലുമായി യാതൊരു ബന്ധമില്ലെന്നുള്ളത് 100% സത്യവാ. അതുകൊണ്ടാണല്ലോ അവൾ സൂര്യയായിട്ടുള്ള കല്യാണത്തിന് അന്ന് സമ്മതിച്ചതും. മാനസ് അങ്ങനെ ഒരു ബന്ധം നിലനിർത്തിയിരുന്നുവെങ്കിൽ കല്യാണത്തിന് സമ്മതിക്കുമായിരുന്നോ? ഇല്ലല്ലോ. ആന്റി, ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും ആന്റിക്ക് അത് നെഗറ്റീവായിട്ടേ തോന്നൂ. ആന്റി ഈ പറഞ്ഞ കാര്യത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ മാനസയും സുനിലിനെയും ഒരുമിച്ച് നിർത്തി ചോദിക്കണം. ആന്റി പറയുന്ന പോലെയാണ് കാര്യങ്ങളെങ്കിൽ ഒരിക്കലും മാനസയെ കാണാനായിട്ട് മാത്രം പലതവണ സുനിൽ ഈ നാട്ടിലേക്ക് വരില്ലായിരുന്നു. മാനസ് ഒരിക്കലും നമ്മളെ ചതിച്ചെന്നോ ചതിക്കൊന്നോ ഞാൻ പറയുന്നില്ല. പക്ഷേ അവൾക്ക് പിന്നിൽ ദുരൂഹമായ എന്തൊക്കെയോ ഉണ്ട്. ഇപ്പൊ തന്നെ ആന്റി ആത്മഹത്യ ചെയ്യാൻ പോയതുകൊണ്ടാ മനസ്സ് മാറി അവൾ തിരികെ വന്നത്. നാളെ വീണ്ടും അവൾ അങ്ങനെ ചെയ്യില്ലെന്ന് ആന്റിക്ക് ഉറപ്പുണ്ടോ? ആന്റി സ്വന്തം നിഴല് പോലെ കൊണ്ടു നടക്കുന്ന അവള് ഒരിക്കലും ആന്റിയോട് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു.